ഞാൻ പല സിനിമയും പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും ചില സിനിമകളിൽ എനിക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ തുറന്നു പറയുന്നില്ല. എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ ഈ പ്രസ് മീറ്റ് വിളിച്ച് ഈ സിനിമയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തുവാന്ന് തീർച്ചയായിട്ടും അത് മീഡിയയുടെ മുമ്പ് ഞാൻ കൊണ്ടുവരും. അതായത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഒരു സിനിമയ്ക്ക് തന്നെ ഒരു പൈസ മേടിച്ചാൽ അല്ലെങ്കിൽ അഡ്വാൻസ് മേടിച്ചാൽ ആ പൈസ തിരിച്ചു തരത്തില്ല. ഏകദേശം 35 കോടിയോളം ആ സിനിമയിൽ എനിക്ക് നഷ്ടം വന്നെനിക്ക്. ആ പൈസയിൽ ഇന്ന് വരെ ആ ഡയറക്ടർ ആ സിനിമയൊന്ന് വിൽക്കാനുള്ള ഒരു ഇത് താല്പര്യം പോലും കാണിച്ചിട്ടില്ല. പ്രൊഡ്യൂസർമാർ ഇല്ലാത്ത പൈസ ഒപ്പിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങുന്ന നേരം നമുക്ക് വിഷമമാണ്. ഹരിവരാസനം ചിത്രത്തിന്റെ പൂജാവേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിത്രത്തിന്റെ നിർമ്മാതാവ് അജിത് വിനായക ഫിലിംസിന്റെ ഉടമസ്ഥനാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചേട്ടാ, ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്നത് ഞാനിപ്പം 14ാമത്തെ സിനിമയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തിയിലുള്ളൊരു സിനിമയാണ്. കാര്യം രാജേഷും ഡോക്ടർ അമ്പാടിയും ഈ സ്ക്രിപ്റ്റ് തന്നെ സെലക്ട് ചെയ്ത് തന്നെ എന്റെ ബ്രദറാണ് സെലക്ട് ചെയ്തത്. ഇതെനിക്കത് സിനിമ എടുക്കാൻ ഈ സിനിമ ഇങ്ങനെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞത് ജയചന്ദ്രൻ മംഗളമാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം ഒരു ഭക്തിയിലുള്ള ഒരു സിനിമ. പിന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പം അതിന്റെ കണ്ടന്റ് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഈ സിനിമ കേട്ടപ്പോൾ ഇത് ചെയ്യണമെന്നുള്ളൊരു വലിയൊരു താല്പര്യം തോന്നി. കാര്യം എന്ന് വെച്ചാൽ അതേപോലുള്ളൊരു കണ്ടന്റാണ്, ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ രാജേഷ് അറിയാം, ഏകദേശം 10 സിനിമയോളം പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ട് ചെയ്ത വ്യക്തിയാണ് രാജേഷ്. അതുപോലെ രാജേഷ് കുറെ പടം പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. അതുപോലെ അമ്പാടി. ഞാൻ പല സിനിമയും പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും ചില സിനിമകളിൽ എനിക്ക് ഒരുപാട് മാനസിക വിഷമങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ചില സിനിമയിൽ സത്യം പറഞ്ഞാൽ ആദ്യം ഉണ്ടാവുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല ഡയറക്ടർ ഭാഗത്തുനിന്നും ഈ ബാക്കിയുള്ള ടീമിങ്ങിന്റെ ഭാഗത്തുനിന്നും നടന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. നമ്മളെ മാനസികപരമായിട്ട് നമ്മളെ എന്തെല്ലാം രീതിയിൽ നമ്മളെ ഇങ്ങനെ സമ്മർദ്ദത്തിൽപ്പെടുത്താം, അതേ രീതിയിലാണ് ഞാനിപ്പോഴും പല സിനിമയ്ക്കകത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ ബുദ്ധിമുട്ട് ഞാൻ നേരിടുന്നുണ്ട്. ഞാൻ തുറന്നു പറയുന്നില്ല. എന്തെങ്കിലും ഒരു സമയത്ത് ഞാൻ ഈ പ്രസ് മീറ്റ് വിളിച്ച് ഈ സിനിമയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തുവാന്ന് തീർച്ചയായിട്ടും അത് മീഡിയയുടെ മുമ്പ് ഞാൻ കൊണ്ടുവരും. കാര്യം നമ്മുടെ അടുത്ത് ഇടപെടുന്ന ആദ്യ തുടക്കത്തിൽ ഒരു മുഖമാണ്, പിന്നെ വരുമ്പോൾ അടുത്തൊരു മുഖമാണ്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഇതിന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന ഇതിന്റെ സിനിമയുടെ ഡയറക്ടർ രാജേഷ് തന്നെയാണ് നോക്കുന്നത്. നമ്മളെക്കാട്ടിയും തന്നെ ഇതൊരു ടീമായിട്ടാണ് അവരിത് വർക്ക് ചെയ്യുന്നത്. കാരണം സാമ്പത്തിക ഏർപ്പാടായാലും നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ബില്ല്, വൗച്ചർ കാര്യങ്ങൾ അതേപോലെ അത് പ്രോസസ് ചെയ്യുന്ന, അതോടൊപ്പം തന്നെ നമ്മളെ ടീം ജോണായാലും ആരോമാരായാലും അവരെല്ലാം വളരെ കണ്ണിങ് ആയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. സിനിമ ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുള്ളതാണ്. കാര്യം സിനിമയിലുണ്ടാവുന്ന മാനസികപരമായുള്ള വിഷമം. ഒന്നാമത്തെ കാര്യം, നമ്മളെ കയ്യിൽ നിന്ന് ആരെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു കഴിഞ്ഞാൽ തരത്തേയില്ല. എനിക്ക് അനുഭവമുണ്ട്, 100 അനുഭവമുണ്ട്. അതായത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഒരു സിനിമയ്ക്ക് തന്നെ ഒരു പൈസ മേടിച്ചാൽ അല്ലെങ്കിൽ അഡ്വാൻസ് മേടിച്ചാൽ ആ പൈസ തിരിച്ചു തരത്തില്ല. അങ്ങനെയുള്ള തെളിവുകൾ എന്റെ ഒരുപാട് എവിഡൻസ് എന്റെ കയ്യിലുണ്ട്. ബാൻഡർ ഉൾപ്പെടെയുള്ള സിനിമകൾ താങ്കൾ ചെയ്തതാണ്. വലിയ ബഡ്ജറ്റ് ഇതുവരെ വിറ്റിട്ടില്ലല്ലോ. അതിന്റെ ഡയറക്ടർ എന്തെല്ലാം പറഞ്ഞാണ് സിനിമ എടുപ്പിച്ചത്. ഒരുപാട് ബുദ്ധിമുട്ടിച്ചാണ് അയാൾ ആ സിനിമ എടുത്തത്. സിനിമ ബഡ്ജറ്റ് കയറിപ്പോകുന്ന സമയത്തല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 35 കോടിയോളം ആ സിനിമയിൽ എനിക്ക് നഷ്ടം വന്നെനിക്ക്. ആ പൈസയിൽ ഇന്ന് വരെ ആ ഡയറക്ടർ ആ സിനിമയൊന്ന് വിൽക്കാനുള്ള ഒരു ഇത് താല്പര്യം പോലും കാണിച്ചിട്ടില്ല. അപ്പൊ എന്നെ പോലുള്ള പ്രൊഡ്യൂസർമാര്, സിനിമ എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 500 കുടുംബത്തോളം ഒരു സെറ്റിനകത്ത് ഇപ്പൊ 100 പേരുണ്ടെങ്കിൽ അവര് 3 പേര് 4 പേര് വെച്ചൊരു കുടുംബത്തിൽ കണക്കൂട്ടിയാൽ അത് നമുക്ക് മനസ്സിലാവത്തില്ലേ എത്ര പേര് കഴിയുന്ന ഈ കലാരംഗത്ത് എത്ര പേരാ കഴിയുന്നത് സിനിമാരംഗം കൊണ്ട്. ഈ പ്രൊഡ്യൂസർമാർ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സിനിമ എടുക്കാൻ പറ്റുമോ? പ്രൊഡ്യൂസർമാർ ഇല്ലാത്ത പൈസ ഒപ്പിച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഇറങ്ങുന്ന നേരം നമുക്ക് വിഷമമാണ്. നന്നായി വരണമെന്നുള്ള ആഗ്രഹമാണ്. നമ്മൾ തന്നെ കണ്ടല്ലേ, ദൈവത്തിന്റെ പൂജയും കാര്യങ്ങളെല്ലാം നടത്തി വളരെ ഭംഗിയായിട്ട് ഈ സിനിമ വളരെ ഭംഗിയായിട്ട് മനോഹരമായി വിജയിക്കണമെന്ന ആഗ്രഹത്തിലാണ് ഒരു പ്രൊഡ്യൂസർ സിനിമയ്ക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡയറക്ടർ സിനിമ എടുക്കുന്നതും. ആ ഡയറക്ടർക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ നിലനിൽപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഷമം ഈ പല സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും എനിക്കുണ്ടായിട്ടുണ്ട്. കാര്യം കറക്റ്റ് സമയത്ത് വരത്തില്ല, പൈസ മേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഫീൽഡിനകത്ത്. ആരെടുത്ത് നമുക്ക് പറയാനാ? അതുകൊണ്ട് നമ്മൾ തന്നെ മാനസികമായിട്ട് ഇത് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി നമ്മളെപ്പോലുള്ള ആൾക്കാർ പുറമോട്ട് മാറും. മലയാള സിനിമയിൽ ഒരുപാട് പ്രൊഡ്യൂസർമാർ അങ്ങനെ മാറിയിട്ടുണ്ട്.
ബാന്ദ്ര തന്നെ എന്ത് നിർബന്ധിച്ചാ സിനിമ ചെയ്യുന്നറിയാം. ആ ഡയറക്ടർ എഴുതി തന്ന എഗ്രിമെന്റ് തന്നെ ഉണ്ട്. 17 കോടിക്ക് 12 കോടിക്ക് സിനിമ ചെയ്യാൻ വന്ന ഡയറക്ടറാണ്. അയാൾ എഴുതി തന്നിട്ട് എനിക്ക് ഈ സിനിമ എത്ര രൂപയ്ക്ക് തീർക്കാന്ന് പറഞ്ഞു. ഡോക്ടർ അമ്പാടിയാണ് ഈ അരുൺ ഗോപി എന്ന് പറയുന്ന വ്യക്തി എനിക്ക് പരിചയപ്പെടുത്തി തന്നെ. അയാൾ ഇന്ന് വരെ ആ സിനിമ വിൽക്കാനുള്ള താല്പര്യം ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അയാൾ ഇപ്പോഴും പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 35 കോടിയായിട്ട് ഒരു 35 രൂപയെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വേദനയുണ്ട്. ഇതുവരെ ആ സിനിമ വിൽക്കാനുള്ള താല്പര്യം അയാൾ കാണിക്കുന്നത്. അന്ന് ഞാൻ സിനിമ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ സിനിമ വിൽക്കുന്ന കാര്യം എങ്ങനെയാ, ഞാനത് റെഡിയാക്കാം ആയിത്തേട്ടാ, എൻക്വയറി ഇങ്ങോട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞ് 12 കോടി ബഡ്ജറ്റ് പറഞ്ഞിട്ട് പിന്നെ എത്ര 12 കോടി പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് ആ സിനിമ പിന്നെ 17 കോടിയുടെ ബഡ്ജറ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ലാസ്റ്റ് ഇരുന്ന് പുള്ളി എഴുതി തന്ന എഗ്രിമെന്റ് ഷൂട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ പോയി അയാളെ നേരിട്ട് കണ്ടതാണ്. നേരിട്ട് പുള്ളി പറഞ്ഞു ഇത്ര കോടി രൂപയ്ക്കകത്ത് ഈ പടം തീർക്കാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എഴുതി വെള്ളപ്പേപ്പറിൽ അയാൾ എഴുതി ഒപ്പിട്ട് വന്നിട്ടുണ്ട് എഗ്രിമെന്റിനകത്ത് പുറത്ത് ഇത്ര രൂപയ്ക്ക് ഈ സിനിമ തീർക്കാന്ന് അയാൾ ഹാൻഡ് റൈറ്റിംഗകത്ത്. എന്നിട്ട് സിനിമ തീർന്നില്ല. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സിനിമ എടുത്തു വരുമ്പോൾ ബഡ്ജറ്റ് കൂടി വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സിനിമ നിർത്താൻ പറ്റുമോ? നമ്മുടെ അടുത്ത് ബ്രേക്ക് ചെയ്ത് അത്ര മാനസികമായിട്ടുള്ള വിഷമം നമുക്കുണ്ടായിട്ടുള്ളത്. ഹരിവരാസനമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഹരിവരാസനം എന്ന് വെച്ചാൽ അതിന്റെ ഡയറക്ടർ സത്യം പറഞ്ഞാൽ ഡയറക്ടർ പ്ലസ് അതേ അതിന്റെ പ്രൊഡ്യൂസറും കൂടാണ്. അതേ രീതി അദ്ദേഹത്തിന്റെ സിനിമ മാതിരിയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങോട്ട് ഇന്ന് ഇങ്ങോട്ട് വരുന്നത്. അതിനുമുമ്പ് വന്നിട്ടേ ഇല്ല. ഇല്ല, ഞാൻ വന്നിട്ടേ ഇല്ല. അദ്ദേഹത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു രീതി അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എന്റെ സിനിമ ബഡ്ജറ്റ് നേരത്തെ പല സിനിമയ്ക്കകത്ത് ബഡ്ജറ്റ് കയറി വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഇത് ഭയങ്കര അപകടത്തിലോട്ട് പോവാ, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വലിയ വലിയ ബഡ്ജറ്റ് സിനിമ എടുത്തപ്പോൾ നമുക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ ഓരോ പേയ്മെന്റ് പോകുമ്പോഴും കൃത്യമായിട്ട് അത് നോക്കി കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ബഡ്ജറ്റ് മേളിലോട്ട് കയറാൻ അദ്ദേഹം സമ്മതിക്കത്തില്ല. വലിയ പ്രതീക്ഷകളാണ് ഈ പ്രോജക്റ്റിൽ. തീർച്ചയായിട്ടും പ്രതീക്ഷ മലയാള സിനിമയ്ക്കകത്ത് 100% രമേശ് സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം തന്നെ ഈ പറഞ്ഞ കുബേര കൊണ്ടുവന്നിട്ട് അതേമാതിരി ഇത് ഈ പറഞ്ഞ നമ്മളെ അടുത്ത ജനറേഷൻ ഇനി ജനറേഷൻ ഉണ്ടാവണം, ജനറേഷൻ നശിക്കരുത്, അതിനൊരു വലിയ പദ്ധതിയാണ് അദ്ദേഹം ഈ ഒരു നടപടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തും ഇതേപോലത്തുള്ള സംഭവമാണ്. എല്ലായിടത്തും ഇതുപോലെ വരണം, ഇത് കണ്ട് പഠിക്കണം. നമ്മളെ കേരളത്തിനെ കണ്ട് മറ്റുള്ള സ്റ്റേറ്റ് ഒരു പാടാവണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.